നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2025 സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില കുതിച്ചത് എല്ലാവരെയും അതിശയിപ്പിച്ചിരുന്നു. സ്വർണത്തിനും വെള്ളിക്കും വിലയിൽ ഇത്രയും കുത്തനെയുള്ള ഉയർച്ച ഉണ്ടാകുമെന്ന് പലരും പ്രവചിച്ചിരുന്നില്ല. 2025 സ്വർണ്ണവില സംബന്ധിച്ചിടത്തോളം അസാധാരണമായ ഒരു വർഷമായിരുന്നു. 52 തവണയാണ് സ്വർണം വിലയിൽ പുതിയ റെക്കോർഡിട്ടത്. 1979 ശേഷമുള്ള ഏറ്റവും ശക്തമായ വാർഷിക വരുമാനവും പൊന്ന് സമ്മാനിച്ചു. സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും 1 ലക്ഷം കടന്നിരിക്കുകയാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 1,760,000 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ഒരു പവന് 1,160 രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. ഇതോടെ ഗ്രാമിന് 145 രൂപ കൂടി 12,595 രൂപയിലെത്തി. ഡിസംബർ 23 സ്വർണ്ണവില 1 ലക്ഷം രൂപ എന്ന നാഴികക്കല്ല് പിന്നിട്ടിരുന്നു. ഇന്നലെ പവന് 99,600 രൂപയും ഗ്രാമിന് 12,450 രൂപയുമായിരുന്നു. ഞായറാഴ്ചകളിൽ പൊതുവെ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാകാറില്ല. എന്നാൽ തലേന്ന് വില ഇടിഞ്ഞിരുന്നു. മുൻ ദിവസങ്ങളിൽ സ്വർണ്ണവില കുത്തനെ ഉയർന്നതോടെ വില 1 ലക്ഷം കടക്കുമെന്ന ആശങ്കയിലായിരുന്നു ഉപഭോക്താക്കൾ. ഇത് യാഥാർത്ഥ്യമായതോടെ പലർക്കും സ്വർണം മോഹമായി മാത്രം അവശേഷിക്കും. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കും വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുന്നവർക്കുമാണ് വലിയ തിരിച്ചടി. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിലുണ്ടായ കുറവാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. ആഗോള വിപണിയിൽ നിക്ഷേപകർ ലാഭമെടുപ്പ് നടത്തിയതും അമേരിക്കൻ ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ വ്യതിയാനങ്ങളും വില കുറയാൻ കാരണമായി. വരും ദിവസങ്ങളിലും വിലയിൽ നേരിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം കാത്തിരുന്നവർക്ക് ഈ വിലക്കുറവ് വിപണിയിലേക്ക് തിരികെ എത്താൻ പ്രചോദനമാകും. സ്വർണ്ണവില കുറയുന്ന സാഹചര്യമുണ്ടായാൽ ഹോൾമാർക്കിംഗ് മുദ്രയുള്ള സ്വർണം മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കണം. നിലവിലെ വിപണി വിലയ്ക്കൊപ്പം പണിക്കൂലിയും 3% GSTയും കൂടി ചേർത്ത് വേണം ആഭരണങ്ങളുടെ അന്തിമ വില കണക്കാക്കാൻ. വില ഇനിയും താഴാൻ സാധ്യതയുള്ളതിനാൽ വിപണിയിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ച ശേഷം വാങ്ങുന്നതാകും ഉചിതം. സ്വർണം ഒരു നിക്ഷേപമായി കാണുന്നവർക്കും ഇത് നല്ലൊരു അവസരമാണ്. US വെനസ്വേല ഭിന്നത രൂക്ഷമായതും റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ പരാജയപ്പെടുമെന്ന ആശങ്കയുമാണ് സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി കാണാൻ നിക്ഷേപകരെ പ്രേരിപ്പിച്ചത്. സ്വർണ്ണവില ലക്ഷം കടന്നതോടെ സാധാരണക്കാർക്കും ആഭരണപ്രിയർക്കും സ്വർണം വാങ്ങുന്നത് അപ്രാപ്യമായി മാറുകയാണ്. 3% GST, ഹോൾമാർക്കിംഗ് ചാർജ് കുറഞ്ഞത് 5%, പണിക്കൂലി എന്നിവ കൂടി ചേരുമ്പോൾ ഒരു പവൻ ആഭരണത്തിന് 1.05 ലക്ഷത്തിന് മുകളിൽ നൽകേണ്ടി വരും. രാജ്യാന്തര വിപണിയിലും വില പറക്കുകയാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇന്ന് സ്വർണം. വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരുമെന്നാണ് വിവരം. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പവൻ വില വീണ്ടും 1 ലക്ഷം രൂപ കടന്നു എന്ന പ്രത്യേകതയും ഇന്നുണ്ട്. 1000-ലധികം രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ അധിനിവേശമാണ് വിപണിയെ അസ്വസ്ഥമാക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ സമ്പത്തുള്ള രാജ്യമാണ് വെനസ്വേല. ഇവിടെ അമേരിക്കയ്ക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറിയാൽ ക്രൂഡ് വിലയിൽ വീണ്ടും കുറവ് വരും. എന്നാൽ വെനസ്വേലൻ ജനത പൊരുതാൻ തീരുമാനിച്ചാൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയും. അതുകൊണ്ട് തന്നെ വിപണി അനിശ്ചിതത്വത്തിലാണ്. വിപണിയിൽ അസ്ഥിരത നിലനിൽക്കുമ്പോഴാണ് സ്വർണ്ണവില കുതിക്കുക. ഇന്ന് അതാണ് സംഭവിച്ചിരിക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ ഔൺസ് സ്വർണത്തിന് $4,410. കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് 1,160 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 1,760,000 രൂപയും ഗ്രാമിന് 145 രൂപ വർദ്ധിച്ച് 12,595 രൂപയുമായി. ആനുപാതികമായ വിലക്കയറ്റം മറ്റ് ക്യാരറ്റ് സ്വർണ്ണങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 10,355 രൂപയും പവന് 82,840 രൂപയുമാണ്. 14 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 8,065 രൂപയും പവന് 64,520 രൂപയുമായി. 9 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5,205 രൂപയും പവന് 41,640 രൂപയുമായി. വെള്ളിയുടെ ഇന്നത്തെ ഗ്രാം വില 250 രൂപയാണ്. 10 ഗ്രാമിന് 2,500 രൂപയും. കേരളത്തിൽ ഈ മാസം 1 പവൻ വില 99,040 രൂപയുമായിരുന്നു. 5-ാം ദിവസം 1,700 രൂപയിലധികം വർദ്ധിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഇനിയും വർദ്ധിച്ചേക്കും.
അമേരിക്കൻ ഡോളർ സൂചിക 98.77 എന്ന നിരക്കിലാണ്. രൂപയുടെ മൂല്യം 90.24 എന്ന നിരക്കിലും രണ്ട് മൂല്യവും ശക്തിപ്പെട്ടാൽ സ്വർണ്ണവില കുറയും. എന്നാൽ വിപണിയിലെ ആശങ്ക വളരെ വലുതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സ്വർണ്ണവില കൂടാനുള്ള ഓരോ ഘടകം പരിശോധിച്ചാലും അമേരിക്ക ഒരു ഭാഗത്തുണ്ട്. യുക്രൈൻ റഷ്യ പോര്, ഇസ്രായേൽ പാലസ്തീൻ വിഷയം, ഇറാനുമായുള്ള കൊമ്പുകോർക്കൽ തുടങ്ങി ഇപ്പോൾ വെനസ്വേലയിലെ വിവാദങ്ങളും. ഇന്ത്യയുമായി താരിഫ് പോരിൽ ഉടക്കി നിൽക്കുന്ന അമേരിക്കയുടെ നയവും വിപണിയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അതും സ്വർണ്ണവില കൂടാനുള്ള കാരണമാണ്. സ്വർണ്ണവില വൈകാതെ കുറയുമെന്ന് പല സാമ്പത്തിക വിദഗ്ധരും പ്രവചിക്കുന്നുണ്ടെങ്കിലും ഓരോ ദിവസവും രാജ്യാന്തര രാഷ്ട്രീയം മുറുകുകയാണ്. അതിനനുസരിച്ച് സാമ്പത്തിക രംഗവും മാറുന്നു. ഇങ്ങനെ പോയാൽ ഇനിയും സ്വർണ്ണവില കൂടിയേക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് 1,80,000 രൂപ വരെ ചിലവ് വരും. ആഗോളതലത്തിൽ കുറഞ്ഞ പലിശ നിരക്ക്, ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വം, തുടർച്ചയായ സെൻട്രൽ ബാങ്ക് വാങ്ങലുകൾ, ETF നിക്ഷേപം തുടരുന്നതിനൊപ്പം US ഡോളറിന്റെ മൂല്യം കുറയൽ തുടങ്ങിയ പ്രതീക്ഷകളുടെ പിൻബലത്തിൽ സ്വർണം 2026 സ്ഥിരമായി പ്രകടനം തുടരും എന്ന് ആനന്ദ് രതി ഷെയർസ് ആൻഡ് സ്റ്റോക്ക് ബ്രേക്കേഴ്സിലെ മനീഷ് ശർമ്മ പറഞ്ഞു. നിക്ഷേപകർ ഉയർന്ന വിലകളുമായി പൊരുത്തപ്പെടുന്നത് തുടരുന്നതിനാൽ അതിന്റെ നേട്ടങ്ങൾ മന്ദഗതിയിലായേക്കാം. മറുവശത്ത് ഉയർന്ന ചാഞ്ചാട്ടം ഉണ്ടായിട്ടും വിലയേറിയതും വ്യാവസായികവുമായ ലോഹമെന്ന നിലയിൽ ഇരട്ട പങ്ക് വഹിക്കുന്നതിനാൽ വെള്ളി ശതമാനത്തിൽ സ്വർണത്തെ മറികടക്കുന്നത് തുടരും. അടുത്തൊരു വർഷത്തേക്ക് സ്വർണത്തിന് വാർഷിക ശരാശരി അടിസ്ഥാനത്തിൽ 25 മുതൽ 30% വരുമാനം നൽകാൻ കഴിയും. അതേസമയം വെള്ളി ഇപ്പോഴും വാർഷിക ശരാശരി അടിസ്ഥാനത്തിൽ ഉയർന്ന വരുമാനം നൽകിയേക്കാം. രൂപയുടെ അടിസ്ഥാനത്തിൽ MCX ഗോൾഡ് ഫ്യൂച്ചറുകൾക്ക് 10 ഗ്രാമിന് 1,60,000 മുതൽ 1,65,000 രൂപ വരെ വില ഉയർന്നേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഫ്യൂച്ചേഴ്സ് കരാറിൽ വെള്ളിക്ക് കിലോഗ്രാമിന് ഏകദേശം 3,25,000 മുതൽ 3,50,000 രൂപ വരെ വില ഉയർന്നേക്കാം. 2026 അവസാനത്തോടെ സ്വർണം ഔൺസിന് $5,000 അതായത് 1,50,000 രൂപയായി ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നു. വർഷാവസാനത്തോടെ വെള്ളി വില $85 മുതൽ $95 മുതൽ ആയി ഉയരും. അതായത് ഏകദേശം 2,70,75,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ ആയി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ അനുകൂല സാഹചര്യങ്ങളിൽ സ്വർണം $5,500 അതായത് 1,60,5,000 ഉയരുകയും വെള്ളി $125 അതായത് 4 ലക്ഷം രൂപയായി ഉയരുകയും ചെയ്തേക്കാം. ചൈന വെള്ളി കയറ്റുമതി നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചാൽ വെള്ളി ക്രമാതീതമായി ഉയരും. അങ്ങനെയെങ്കിൽ വരും വർഷങ്ങളിൽ സ്വർണ്ണവില 2 ലക്ഷം രൂപയായി ഉയരും. അതേസമയം വെള്ളി വില 5 ലക്ഷം രൂപയായി ഉയർന്നേക്കാം. എന്നിരുന്നാലും മൂർച്ചയുള്ള തിരുത്തലുകൾ, നീണ്ട ഏകീകരണങ്ങൾ, വലിയ ചാഞ്ചാട്ടങ്ങൾ എന്നിവയാൽ വിലയുടെ ഉയർച്ചയുടെ സാഹചര്യങ്ങൾ തടസ്സപ്പെട്ടേക്കാം.